ഹലോ വ്യൂവേഴ്സ്, വെൽക്കം ടു വിക്രൂസ് ടെക്. ഞാൻ നിങ്ങളുടെ സ്വന്തം വിഷ്ണു വിക്രമൻ. നമ്മളിന്ന് അൺബോക്സ് ചെയ്യാൻ പോകുന്നത് ഒരു ബ്ലൂടൂത്ത് ഇൻ്റർകോമാണ്. ഇത് നമ്മൾ ഹെൽമെറ്റ്സിലൊക്കെ കണക്ട് ചെയ്ത് യൂസ് ചെയ്യുന്ന ഇൻ്റർകോമാണ്. ഓക്കെ, ഇത് നമുക്ക് നമ്മുടെ ബൈക്കിലൊക്കെ പോകുന്ന സമയത്ത് നമുക്ക് ഡയറക്ഷൻസ് ഒക്കെ കിട്ടാനായിട്ടും നമ്മൾ ഹെൽമെറ്റിനകത്ത് ഫിക്സ് ചെയ്യുന്ന 2 സ്പീക്കറും അതുപോലെ തന്നെ ഒരു ഡിവൈസും വരുന്ന അത്യാവശ്യം മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള നല്ലൊരു ബ്ലൂടൂത്ത് ഇൻ്റർകോമാണ് ഹിറ്റ്ലാൻഡ് എന്ന് പറയുന്ന ഇൻ്റർകോം. ഓക്കെ, സോ ഇതിൻ്റെ നമ്മൾ ബോക്സിനാദ്യം നമുക്കൊന്ന് നോക്കാം. സോ ഇവിടെ പറയുന്നുണ്ട് ഇൻ്റർകോം വിത്ത് 3 പീപ്പിൾ. നമുക്ക് ഒരു ലോങ് റൈഡൊക്കെ ചെയ്യുന്ന സമയത്ത് നമുക്ക് 3 പേരുമായിട്ട് നമുക്ക് ഇൻ്റർകോമിൽ കണക്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, അത് സ്വിച്ചബിൾ ആണ്. ഇത് സ്വിച്ചസ് ഒക്കെ ഉണ്ട്, അത് വെച്ചിട്ട് സ്വിച്ചബിൾ ആണ്. ഇതിൽ ഒരു യൂണിവേഴ്സൽ ഇൻ്റർകോം, അതായത് ഇതിപ്പം നമ്മൾ ഹിറ്റ്ലാൻഡ് എന്ന് പറയുന്ന ബ്രാൻഡിൻ്റെയാണ്. അതിൽ 2 നമുക്ക് കണക്ട് ചെയ്യാം. പിന്നെ അല്ലാതെ ഒരു യൂണിവേഴ്സൽ ഇൻ്റർകോമും കണക്ട് ചെയ്യാം. അതായത് വേറെ ഏതെങ്കിലും ഇൻ്റർകോം ആണെങ്കിൽ അതിലും നമുക്ക് കണക്ട് ചെയ്യാം. ഓക്കെ, ഇത് അപ് ടു 500 മീറ്റർ വരെയാണ് വാട്ടർ പ്രൂഫിംഗ് വരുന്നത്. ഓക്കെ, പിന്നെ നല്ല വാട്ടർ പ്രൂഫിംഗ് ആണ്, വാട്ടർ പ്രൂഫിംഗ് എബിലിറ്റി ഉള്ള സാധനങ്ങളാണ് ഈ പറയുന്ന യൂഷ്വലി ഉള്ള ഇൻ്റർകോംസ് എല്ലാം. ഓക്കെ, അതിൽ DSP നോയ്സ് ക്യാൻസലേഷൻ ഉണ്ട്, ഫോൺ GPS കണക്ഷൻ ഉണ്ട്. അപ്പോൾ ഒരുപാട് നമ്മുടെ ഇൻ്റർകോംസ് മാർക്കറ്റിൽ അവൈലബിൾ ആണെങ്കിലും എന്തുകൊണ്ട് ഞാൻ ഈ ഹിറ്റ്ലാൻഡിനെ സെലക്ട് ചെയ്തു? അതിനൊരു റീസൺ ഉണ്ട്. കാരണം എന്ന് പറയുന്നത് നമുക്ക് 2 ടൈപ്പ് ഓഫ് ഹെൽമെറ്റ്സ് ആണ് വരുന്നത്. ഒന്ന് ഫുൾ ഫേസ് ഹെൽമെറ്റും ഒന്ന് ഹാഫ് ഫേസ് ഹെൽമെറ്റും. ഈ ഫുൾ ഫേസിന് ഹാഫ് ഫേസിന് ഒരു ഡിഫറൻസ് ഉണ്ട്. നിങ്ങൾക്കറിയാമല്ലോ, ഫ്രണ്ടിൽ നമുക്ക് യൂഷ്വലി വരുന്ന മൗണ്ട്സ് കാര്യങ്ങളൊന്നും കിട്ടത്തില്ല. അപ്പോൾ ഒരു പ്രശ്നം എന്ന് പറയുന്നത് നമ്മൾ മൈക്കിലൂടെ സംസാരിക്കുമ്പോൾ ഒരുപാട് എയർ നമ്മുടെ നോയ്സ് ഒരുപാട് വരാനായിട്ട്, നമ്മൾ ഫ്രണ്ടിൽ നിന്ന് കാറ്റിൻ്റെ നോയ്സൊക്കെ വരാനായിട്ടുള്ള സാധ്യത വളരെ കൂടുതലാണ്. പക്ഷേ ഈ ഹിറ്റ്ലാൻഡിന് വേറൊരു ഫംഗ്ഷനാലിറ്റി ഉണ്ട്. അവർ ഓപ്പൺ ഫേസ് ഹെൽമെറ്റ്സിന് വേണ്ടിയിട്ട് ഒരു സെപ്പറേറ്റ് മൈക്ക് ഇതിന് കൊടുത്തിട്ടുണ്ട്. അതായത് ആ ഓപ്പൺ ഫേസിന് അഡാപ്റ്റീവ് ആയിട്ടുള്ള ഒരു മൈക്ക് ഇതിന് കൊടുത്തിട്ടുണ്ട്, ഫുൾ ഫേസിനുമായിട്ടുള്ള മൈക്ക് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ 2 മൈക്ക് വരുന്ന ഒരു ബ്ലൂടൂത്ത് ഇൻ്റർകോമാണ്. വിത്തിൻ ബഡ്ജറ്റാണ്. ഞാൻ പ്രൈസിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ പിന്നെ പറയാം. ആദ്യം നമുക്ക് ബോക്സൊക്കെ ഒന്ന് പരിചയപ്പെടാം. ഈ ബോക്സിൻ്റെ ബാക്കിൽ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് കാണാം, ഇവിടെ ഇൻ്റർകോം വിത്ത് 3 പീപ്പിൾ, യൂണിവേഴ്സൽ ഇൻ്റർകോം ഒരെണ്ണം കണക്ട് ചെയ്യാം. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ എല്ലാ കാര്യങ്ങളും ഇതിനകത്തുണ്ട്. ഓക്കെ, നമുക്ക് വോയിസ് ഡിവൈസ്, മൊബൈൽ GPS കണക്ഷനും എല്ലാ കാര്യങ്ങളും നമുക്ക് ഇതിനകത്ത് യൂസ് ചെയ്യാം. ഓക്കെ, ഇത് ഞാൻ ഹെൽമെറ്റ് വേൾഡിൽ നിന്നാണ് വാങ്ങിച്ചത്. നമ്മളിവിടുത്തെ ഹെൽമെറ്റ് വേൾഡിൽ നിന്ന് 7500 ആണ് ഇതിൻ്റെ MRP വരുന്നത്. എനിക്ക് കിട്ടിയത് 7000 റുപ്പീസിനാണ്. പിന്നെ ഇതിൻ്റെ ഒരുപാട് ഡീറ്റെയിൽസ്, ഇത് യൂണിവേഴ്സലി ഇത് സെല്ല് ചെയ്യുന്ന സാധനം ആയതുകൊണ്ടാണ് നമുക്കിതിനെല്ലാത്തിനും എല്ലാ ലാംഗ്വേജസിലും ഇതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം ഇതിനകത്ത് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, നമുക്ക് എന്തായാലും ഇതിനെ ഒന്ന് അൺബോക്സ് ചെയ്യാം. ഞാൻ ബോക്സ് പൊളിച്ചു. നമ്മൾ ഈ ബോക്സ് അൺബോക്സ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് ഇതുപോലത്തെ ഹിറ്റ്ലാൻഡിൻ്റെ ഇൻ്റർകോമിൻ്റെ ഡിവൈസാണ്. ഇതാണ് നമ്മുടെ ഇൻ്റർകോമിൻ്റെ ഡിവൈസ് വരുന്നത്. ഇതിൽ നിങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ വളരെ സിംപ്ലിഫൈഡ് ആയിട്ടുള്ള വളരെ ക്വാളിറ്റി ഓറിയൻറ്റഡ് ആയിട്ടുള്ള 3 സ്വിച്ചസ് നമുക്കിവിടെ കാണാൻ പറ്റും. ഒരു വോളിയം ഡൗൺ, പിന്നെ ബാക്കി കൺട്രോൾസ്. പിന്നെ ഇതിൻ്റെ മിക്സഡ് കൺട്രോൾസ് ആണ്. അതായത് ചിലപ്പോൾ ഈ 2 പ്രസ് ചെയ്യുമ്പോൾ, അതായത് മിക്സഡ് കൺട്രോൾസ് ആണ്. ഇതിന് 2 പ്രസ് ചെയ്യുമ്പോൾ ഓൺ ആവും, 2 പ്രസ് ചെയ്യുമ്പോൾ ഓഫ് ആവും. അങ്ങനത്തെ തുടങ്ങിയിട്ടുള്ള മിക്സഡ് കൺട്രോൾസ് വെച്ചിട്ട് നമുക്കിതിനെ കൺട്രോൾ ചെയ്യാം. ഇവിടെ നിങ്ങൾക്ക് നോക്കുവാണെങ്കിൽ ഇവിടെ C പോർട്ട് കാണാനായിട്ട് പറ്റും. കണ്ടല്ലോ, C പോർട്ടാണ് ഇതിൻ്റെ കണക്ടിവിറ്റി വരുന്നത്. ബാക്കിയുള്ള മിക്ക ഇൻ്റർകോംസും നിങ്ങൾക്ക് മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ളത് യൂണിവേഴ്സൽ B അങ്ങനെ തുടങ്ങിയിട്ടുള്ള വളരെ ഔട്ട്ഡേറ്റഡ് ആയിട്ടുള്ള ഇൻ്റർകോംസിൻ്റെ കണക്ടിവിറ്റിയാണ് നിങ്ങൾക്ക് അവിടെ പ്രൊവൈഡ് ചെയ്യുന്നത്. സ്വിച്ചസ് എല്ലാം വളരെ ഔട്ട്ഡേറ്റഡും അതുപോലെ തന്നെ ബൾക്കി ആയിട്ടുള്ളതൊക്കെ ആയിരിക്കും അവൈലബിൾ ആയിട്ടുള്ളത്. ഉണ്ട് ഇല്ലെന്നല്ല, സെനയൊക്കെ എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കിട്ടും. സെനയുടെ ഒക്കെ ആണെങ്കിൽ 45,000 രൂപയൊക്കെ വരും. ഇതാണെങ്കിൽ നമുക്ക് 7,000 രൂപയ്ക്ക് ഇത്രയും നല്ല ക്വാളിറ്റിയിൽ ഇത്രയും നല്ല സാധനം കിട്ടുക എന്ന് പറയുന്നത് വളരെ നല്ലൊരു കാര്യമാണ്. ഓക്കെ, നമുക്ക് ബാക്കി കാര്യങ്ങളെല്ലാം നോക്കാം. നമ്മുടെ ബോക്സിൽ ഇനി അടുത്തതായിട്ട് വരുന്നത് ഇത് 2ആണ്. അതായത് നമ്മുടെ ലെഫ്റ്റ് റൈറ്റ് സ്പീക്കേഴ്സാണ്. ഓക്കെ, ഇവിടെ കൊടുത്തിട്ടുണ്ട് ലെഫ്റ്റ് റൈറ്റ് സ്പീക്കേഴ്സ്. വളരെ നല്ല ക്വാളിറ്റി ഉള്ള സ്പീക്കറാണ്. ഇവിടെ സ്പോഞ്ചിങ് ഒക്കെ വരുന്ന സ്പീക്കറാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ വയേഴ്സ് നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. ഇത് നോക്കൂ, ഈ വയേഴ്സ് ഉണ്ട്. ഇത് നല്ല ക്വാളിറ്റി വയറാണ്. നമ്മുടെ സാധാരണ വയറിനെക്കാട്ടിലും കുറച്ചും കൂടി ഡിഫറൻഷ്യേറ്റഡ് ആയിട്ടുള്ള വയറാണ്. അതുപോലെ തന്നെ ഇതെല്ലാം നമുക്ക് റിമൂവ് ചെയ്യാൻ പറ്റും. ഇപ്പം നിങ്ങൾക്ക് ഇത് പോയി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് പോകത്തില്ല, സ്റ്റിൽ വാറൻറ്റി ഉണ്ട്. നമുക്ക് റിമൂവ് ചെയ്യാം. കണ്ടല്ലോ, റിമൂവ് ചെയ്യാം. വളരെ സ്റ്റേഡി ആയിട്ടുള്ള കണക്ടിവിറ്റീസാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഈ വയർ നല്ല നീളമുണ്ട്. നമ്മൾ ഹെൽമെറ്റിനകത്ത് വളരെ ഫിക്സ് ആയിട്ട് നിൽക്കും. ഒരുപാട് ബൾക്കി ആയിട്ടുള്ള സാധനം അല്ല. ഓക്കെ, ഇതാണ് നമ്മൾ കണക്ട് ചെയ്യുന്ന നമ്മുടെ ഹിറ്റ്ലാൻഡിൻ്റെ ഡിവൈസിൽ കണക്ട് ചെയ്യുന്നതാണ്. ഇത് നമ്മുടെ മൈക്കിൻ്റെ ഔട്ടാണ്. ഓക്കെ, 2 സ്പീക്കറുണ്ട്, സ്പീക്കർ കണക്ട് ചെയ്യുന്ന പോർട്ടുണ്ട്, പിന്നെ അതുപോലെ തന്നെ മൈക്കിൻ്റെ കണക്ടിവിറ്റി, പിന്നെ നമ്മുടെ ഹിറ്റ്ലാൻഡിൻ്റെ കണക്ടിവിറ്റി. ഇത് നമ്മുടെ ഡിവൈസിലോട്ടൊന്ന് കണക്ട് ചെയ്ത് കാണിച്ചു തരാം. ഇത്രയേ ഉള്ളൂ, വളരെ സിമ്പിളാണ്. ഇതിൽ നമ്മൾ ഇങ്ങനെ വേണം കണക്ട് ചെയ്യാനായിട്ട്. ഓക്കെ, ഈ ഹുക്ക് ബാക്കിൽ വരണം. ഇത് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇത് നോക്കൂ, ഇത് ഫുൾ വാട്ടർ പ്രൂഫിംഗ് ആയി. കണ്ടോ, ഇതിങ്ങനെ നമ്മൾ ഫുള്ളായിട്ട് വയ്ക്കുമ്പോൾ ഇതിൻ്റെ ഇടയിൽ ഒരു തുള്ളി വെള്ളം പോലും കയറത്തില്ല.
അത്ര നല്ല ഒരുപാട് മാർക്കറ്റിൽ സെർച്ച് ചെയ്തിട്ടും കൂടിയാണ് ഞാൻ ഈ സാധനം മേടിച്ചത്. സോ വളരെ നല്ല പ്രൊഡക്റ്റാണ്. ഇത് പെയ്ഡ് പ്രൊമോഷനോ ഒന്നുമേ അല്ല, ഇത് എൻ്റെ സ്വന്തം അഭിപ്രായത്തിലാണ് ഞാൻ ഈ പറയുന്നത്. ഓക്കെ, പിന്നെ ഇതിൽ അനാവശ്യമായി വരുന്ന ഒരുപാട് സാധനങ്ങൾ ഇവിടെ ഉണ്ട്. ഇതുണ്ട്, എല്ലാ ലാംഗ്വേജസിലും അനാവശ്യമാണോ എന്ന് ചോദിച്ചാൽ ഇവർ ഇമ്പോർട്ട് ചെയ്യുന്നതായതുകൊണ്ടാണ്. നമുക്ക് ഇമ്പോർട്ട് എക്സ്പോർട്ടൊക്കെ ഉണ്ട് ഇവർക്ക്. ഓക്കെ, അതുകൊണ്ടാണ് ഈ ഇത്രയും മാനുവൽസ് എല്ലാം നമുക്ക് വരുന്നത്. ഇറ്റാലിയൻ ഉണ്ട്, ഫ്രഞ്ച് ഉണ്ട്, പിന്നെ അതുപോലെ തന്നെ ഡച്ച് ഉണ്ട്, അതുപോലെ തന്നെ ഇംഗ്ലീഷും ഉണ്ട്. ഓക്കെ, നമുക്കിതിൻ്റെ ആവശ്യമേ ഉള്ളൂ, ഈ ഇംഗ്ലീഷിൻ്റെ ആവശ്യമേ ഉള്ളൂ. പക്ഷേ അവർ ഫുള്ളായിട്ട് പ്രൊവൈഡ് ചെയ്യുന്നു. പിന്നെ ഇതിൻ്റെ കുറേ പേപ്പർ സെറ്റ്സും ഇതിൻ്റെ വാറണ്ടി കാർഡ്സും എല്ലാം ഇതിനകത്ത് വരുന്നുണ്ട്. പിന്നെ നമ്മൾ നോക്കുവാണെങ്കിൽ ഇതാണ് നമ്മുടെ ഫുൾ ഫേസ് ഹെൽമെറ്റിന് വരുന്ന നമ്മുടെ മൈക്ക്. ഓക്കെ, ഇതിൻ്റെ ക്വാളിറ്റി എന്ന് പറയുന്നത് വളരെ നല്ല ക്വാളിറ്റിയാണ്. ഇതിൻ്റെ മൈക്ക് വേണമെങ്കിൽ ഞാൻ റിമൂവ് ചെയ്ത് കാണിച്ചു തരാം. ഇങ്ങോട്ട് നോക്ക്, ഇത്രയും നല്ല ക്വാളിറ്റി ഉള്ള മൈക്ക് ഞാൻ വേറെ ഇൻ്റർകോംസ് യൂസ് ചെയ്തിട്ടുണ്ട്. സോ ഇതിലല്ലാതെ ഞാൻ വേറെ ഒന്നും വലുതായിട്ട് അങ്ങനെ കണ്ടിട്ടില്ല. പിന്നെ ഇതുപോലെ നല്ല മൈക്കിൻ്റെ ഹൗസിംഗ് ഒക്കെ വരുന്നുണ്ട്. ഓക്കെ, ഫിക്സ് ചെയ്യാതെ ഇതിൽ മൈക്ക് വരുന്നുണ്ട്. ഇതിൽ നമുക്ക് 3M ടൈപ്സാണ് എല്ലാത്തിലും വരുന്നത്. ഇതിൽ ഞാൻ നേരത്തെ കാണിച്ച അതേ വയറിൻ്റെ ക്വാളിറ്റി, ഇത് മൈക്ക് കണക്ട് ചെയ്യാനായിട്ടുള്ള പോർട്ടാണ്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ ഫംഗ്ഷനാലിറ്റി എന്തുകൊണ്ടാണ് ഞാനിത് എടുത്തെന്നുള്ളതിൻ്റെ ഒരേ ഒരു റീസൺ ഈ സാധനമാണ്. ഓക്കെ, ഇത് കണ്ടല്ലോ, ഇതാണ് നമ്മുടെ ഓപ്പൺ ഫേസ് ഹെൽമെറ്റിൽ കണക്ട് ചെയ്യുന്ന മൈക്ക്. ഓക്കെ, ഇത് മൈക്കാണ്. ഇത് നമുക്ക് ഓപ്പൺ ഫേസ് ഹെൽമെറ്റിൻ്റെ എഡ്ജിൽ നമുക്ക് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതിന് നല്ല രീതിയിലുള്ള നോയ്സ് സപ്രഷനും നോയ്സ് ക്യാൻസലേഷനും എല്ലാം അവൈലബിൾ ആണ്. സോ ഈ മൈക്ക് നമുക്ക് ഓപ്ഷണലായിട്ട് ഇതിൻ്റെ കൂടെ കിട്ടും. ഓക്കെ, വേറെ ഒരു ഇൻ്റർകോംസിനും ഇങ്ങനത്തെ ഒരു സാധനം പ്രൊവൈഡ് ചെയ്തിട്ടില്ല. പിന്നെ എക്സ്ട്രാ ഒരു സ്പോഞ്ച്, മൈക്കിൻ്റെ ഒരു നോയ്സ് സപ്രഷൻ സ്പോഞ്ച് നമുക്കിതിൽ കിട്ടുന്നുണ്ട്. പിന്നെ അതല്ലാതെ കുറേ മൗണ്ട്സും കുറേ സ്റ്റിക്കേഴ്സും ഇതിൽ 3M ടേപ്പ് വരുന്ന മൗണ്ടും എല്ലാം നമുക്ക് ഇതിൽ അവൈലബിൾ ആയിട്ടുണ്ട്. ഇതൊക്കെ നമുക്ക് ഹെൽമെറ്റിൽ കണക്ട് ചെയ്തിട്ട് വേണം നമ്മുടെ ഇൻ്റർകോം ഇതിനകത്ത് കണക്ട് ചെയ്യാനായിട്ട്, അറ്റാച്ച് ചെയ്യാനായിട്ട്. ഒരുപാട് സ്റ്റിക്കേഴ്സ് കാര്യങ്ങളെല്ലാം അവൈലബിൾ ആയിട്ടുണ്ട്. നമുക്കിത് വേണമെന്നുള്ളതിനെ വെച്ച് യൂസ് ചെയ്യാം. പിന്നെ ഇതിൻ്റെ ഒരു ചാർജിങ് കേബിൾ അവൈലബിൾ ആയിട്ടുണ്ട്. ഇവിടെ നമുക്ക് ഒരു 16 hours ആണ് കേട്ടോ ഇതിൻ്റെ ഇത് വരുന്നത്, ബാക്കപ്പ് വരുന്നത് 16 hours ആണ്. വളരെ നല്ല ബാക്കപ്പ് ഉള്ള സാധനമാണ് ഇത്. നമുക്ക് ചാർജ് ചെയ്യാനായിട്ടുള്ള സീപോർട്ട് കേബിളും ഇതിൻ്റെ കൂടെ അവൈലബിൾ ആണ്. ഒരു കുട്ട പേപ്പർ വർക്ക് ഇതിൻ്റെ കൂടെ ഉണ്ട്. ഇതെല്ലാം നമ്മൾ ഇൻസ്റ്റാളേഷൻ മാനുവൽസും എങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യണം, എങ്ങനെ ഓൺ ചെയ്യണം. ഇതിൽ ഏറ്റവും ഗുണമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് ഇതാണ്. ഓക്കെ, ഈ ഒരു പേപ്പറിലാണ് നമ്മുടെ എല്ലാ ഡീറ്റെയിൽസും പറയുന്നത്. എങ്ങനെ ഓൺ ചെയ്യണം, എങ്ങനെ ഓഫ് ചെയ്യണം, എങ്ങനെ ഇത് മൗണ്ട് ചെയ്യണം തുടങ്ങിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമ്മുടെ ഈ പേപ്പർ വർക്ക്സിൽ പറയുന്നുണ്ട്. അപ്പോൾ ഇത്രയാണ് എനിക്ക് ഈ മിഡ്ലാൻഡ് ഇൻ്റർകോമിനെ കുറിച്ച് പറയാനായിട്ടുള്ളത്. ഇതിൻ്റെ യൂസർ റിവ്യൂ വരുന്നുണ്ട്. ഓക്കെ, യൂസർ റിവ്യൂ ഞാൻ ചെയ്യുന്നതായിരിക്കും. ഇത് എങ്ങനെ ഉപയോഗിക്കാൻ എങ്ങനെയുണ്ട്, യൂസബിൾ ആണോ, യൂസർ ഫ്രണ്ട്ലി ആണോ. ഞാനിത് ഉപയോഗിച്ചിട്ടില്ല. ഓക്കെ, ഇത് ഉപയോഗിക്കാൻ പോകുന്നതേ ഉള്ളൂ. സോ ഇതിൻ്റെ യൂസർ ഫ്രണ്ട്ലി ആണോ, ക്വാളിറ്റി എങ്ങനെയുണ്ട്, മൈക്ക് ക്വാളിറ്റി എങ്ങനെയുണ്ട്, എല്ലാം ഡീറ്റെയിൽ ആയിട്ട് വീഡിയോയിൽ വരുന്നുണ്ട്. അപ്പം സ്റ്റേ ട്യൂൺഡ്. താങ്ക് യു ഫോർ ടുഡേ. ദിസ് ഈസ് വൺ ഓഫ് ദ ബെസ്റ്റ് ഇൻ്റർകോം.